ബഹുമാന്യരായ മാതാപിതാക്കളും പ്രിയ സഹോദരങ്ങളും ആയവരെ, അല്പസമയം ഇവിടെ നിന്നുകൊണ്ട് ഈ കാലഘട്ടങ്ങളെ നാം വീക്ഷിക്കുമ്പോൾ മനുഷ്യൻ മാനസാന്തരമില്ലാതെ ദൈവത്തിന് ഹിതമല്ലാത്ത പ്രവർത്തികൾ ചെയ്യുകയും അതിൽ കൂടി അവർ സ്വയം നശിക്കുകയും മറ്റുള്ളവരെയും അവർ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോകുന്നത്. നാം എത്രയൊക്കെ ശ്രദ്ധിച്ചാലും നമ്മെ തേടിയെത്തുന്ന ചില ദോഷകരമായ പ്രവർത്തി അതിന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പത്രങ്ങളിലും മറ്റു മീഡിയകളിലുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, പഠിക്കുവാൻ കഴിയുന്നു. അതിപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. മാനസാന്തരമുള്ള ഒരു വ്യക്തി ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം അനുശാസിച്ചിരിക്കുന്നത് എന്താണ്, എന്റെ പ്രവൃത്തികൾ ദൈവത്തിന് ഇഷ്ടപ്പെടുവാൻ തക്കവണ്ണം ഞാൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ വിശുദ്ധ ബൈബിൾ ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. ഇപ്പോൾ പറയുവാൻ കാരണം, ചില കാര്യങ്ങളൊക്കെ നമുക്ക് സ്വയം നിയന്ത്രിക്കുവാനോ ആ ദോഷകരമായ കാര്യത്തെ ഉപേക്ഷിച്ചിട്ട് നമുക്കൊന്ന് മുക്തനാകുവാനോ കഴിയാത്ത കാര്യങ്ങൾ. കാരണം മനുഷ്യൻ ബലഹീനനാണ്. മനുഷ്യന്റെ ബലഹീനതയാണ് ദൈവത്തിനും മനുഷ്യർക്കും ശത്രുവായി നിൽക്കുന്നവൻ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരികയും നമ്മെ അതിനെ അടിമപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ തിരുവെഴുത്ത് പറയുന്നത് അപ്രകാരമല്ല. തിരുവെഴുത്ത് പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, അവന്റെ പഴയ മനുഷ്യൻ മരിച്ചുപോയി. പഴയ മനുഷ്യനാണ് ദൈവത്തിനും മനുഷ്യർക്കും വിരോധമായിട്ടുള്ള പ്രവൃത്തികളെ ചെയ്യുകയും അതവർക്കും മറ്റുള്ളവർക്കും ദോഷമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്യുന്നു. അപ്പൊ അത്തരം പ്രവൃത്തികളിൽ നിന്നൊരു മനുഷ്യൻ മോചനം നേടുവാൻ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ അത് ഏറ്റവും നല്ലതാണ്. അതിന്റെ പേര് മാനസാന്തരം. ആ മാനസാന്തരം നമ്മളെ സംരക്ഷിക്കും. അത് നമ്മളെ സമൂഹത്തിൽ പുതിയ ഒരു മനുഷ്യനാക്കി, ഒരു വ്യക്തിത്വത്തിൽ ഉടമയാക്കി മാറ്റും. കാരണം ഇന്നലെ കണ്ട ആ മനുഷ്യനെയല്ല ഇന്ന് മുതൽ നാം കാണുന്നത്. പുതിയൊരു മനുഷ്യനെയാണ് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണ് തിരുവെഴുത്ത് പറയുന്നത്. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ, അവനുള്ള പഴയ മനുഷ്യനെ യേശുക്രിസ്തുവിന്റെ കുരിശോട് കൂടി ചേർത്ത് തറച്ച് അവൻ മരിച്ചടക്കപ്പെട്ട് അവനൊരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേറ്റ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ പുതിയ സൃഷ്ടിയെ പറ്റി തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ്ലീഹ ഇപ്രകാരം പറയുകയാണ്: യഹൂദ പ്രമാണികൾ തള്ളിക്കളയുകയും ക്രൂശിക്കുകയും ചെയ്ത യേശുവാകുന്നു സാക്ഷാൽ മശിഹ എന്ന പ്രഖ്യാപനമായിരുന്നു ആദ്യകാല ക്രിസ്തീയ പ്രസംഗത്തിന്റെ കേന്ദ്രബിന്ദു. യേശുവിന്റെ അവകാശവാദം തന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ തെളിയിക്കപ്പെട്ടു. അപ്പോസ്തലനായ പത്രോസ് ദൃഢസ്വരത്തിൽ പ്രഖ്യാപിച്ചു ആ കാര്യം. കാരണം
12 ശിഷ്യന്മാർ, അവരെയാണ് അപ്പോസ്തലന്മാരെന്ന് പറയുന്നത്. അപ്പോസ്തലന്മാരെന്ന് പറയുന്നത് അവർ യേശുവിനോട് കൂടെ നടന്നവരാണ്. യേശുവിനെ ചെയ്ത എല്ലാ പ്രവൃത്തികളും അവർ കണ്ടവരാണ്. യേശുവിന്റെ മാറിൽ ചാരിയിരുന്നവരുണ്ട്. യേശു കാണിച്ച അത്ഭുതങ്ങളെല്ലാം അവർക്ക് നന്നായി അറിയാം. അതുപോലെ തന്നെ യേശുവിനെ ക്രൂശിച്ചതും യേശു മരിച്ച യേശുവിനെ അടക്കപ്പെടുന്നതും ഇതെല്ലാം അവർ കണ്ടവരാണ്. യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അവർക്ക് പ്രത്യക്ഷനായതും അവരറിഞ്ഞതാണ്. അങ്ങനെയുള്ളവരാണ് അപ്പോസ്തലന്മാരെന്ന് പറയും. ഇതാണ് പത്രോസ് ദൃഢസ്വരത്തിൽ പറഞ്ഞത്. ഞങ്ങൾ ഇതെല്ലാം കണ്ടതാണ്, ഞങ്ങൾ അവനോട് കൂടെ ഇരുന്നതാണ്, അവന്റെ എല്ലാ പ്രവർത്തികളും ഞങ്ങൾക്കറിയാം, ഞങ്ങളെ മറച്ച് ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോ ഈ യേശു ഇവിടെ പറയുകയാണ്, യഹൂദ പ്രമാണികർ തള്ളിക്കളയുകയും ക്രൂശിക്കുകയും ചെയ്ത യേശു ആകുന്നു സാക്ഷാൽ മശിഹ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ ഈ യേശുവിനെ അംഗീകരിക്കുകയോ യേശുവിനെ വിശ്വസിക്കുകയോ ചെയ്തിട്ടില്ല. അവർ പ്രതീക്ഷിച്ചിരുന്ന മശിഹ പുൽത്തൊഴുത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ജനിക്കുകയില്ല. ഏതെങ്കിലും രാജകൊട്ടാരത്തിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രഭുക്കന്മാരുടെ മന്ദിരങ്ങളിൽ ഇവിടെ എവിടെയെങ്കിലും മാത്രമേ യേശു ജനിക്കുകയുള്ളൂ. കാരണം യേശു ചെറിയതല്ല, യേശു വലിയവനാണ്, സകല സൃഷ്ടിയുടെയും ഉടമസ്ഥനാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി പുൽത്തൊഴുത്തിൽ ജനിക്കുകയില്ല എന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇവിടെ പത്രോസ് ആ കാര്യം യാഥാർത്ഥ്യമെന്ന് ഇവിടെ തെളിയിക്കുകയാണ്. അതാണ് പത്രോസ് ദൃഢസ്വരത്തിൽ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത്. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെയും നിശ്ചയമായും അറിഞ്ഞുകൊള്ളട്ടെ എന്ന അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യത്തിൽ കൂടി ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അതാണ് അപ്പോസ്തലനായ പത്രോസ് പറയുവാൻ ഇടയായി. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിന്റെ 18-20 വാക്യങ്ങൾ ഇപ്രകാരം: ദൈവമായ തന്റെ ക്രിസ്തു കഷ്ടം സഹിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇന്ന് നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സമ്മുഖത്തു നിന്ന് ആശ്വാസ കാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും എന്ന് ഇവിടെ കാണുവാൻ കഴിയും. യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കും എന്ന് സകല പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നു. എന്നാൽ അത് വിശ്വസിക്കുക എന്നുള്ളതാണ് സകല മനുഷ്യരുടെയും ആശ്വാസത്തിനും ആത്മാവിന്റെ രക്ഷയ്ക്കും കാരണമായി തീരും. യേശുവിനെ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ കഴിയുന്നത്. ഇന്നലെ വരെ ആയിരുന്ന മനുഷ്യൻ, സമൂഹം ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി, വീട്ടുകാർക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ദോഷം പ്രവർത്തിക്കുകയും അവരെ ശല്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ യേശുവിന്റെ ആത്മാവ് യേശുവിൽ നാം വിശ്വസിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് വരുന്നത്. ഇന്നലെ വരെ നമ്മെ തള്ളിക്കളഞ്ഞവർ നമ്മെ സ്നേഹിക്കും, അവർ നമ്മെ ആദരിക്കും, അവർ നമ്മെ ബഹുമാനിക്കും, അവർക്ക് നമ്മെ വലിയ സ്നേഹം ഇഷ്ടമായിരിക്കും. അവർ സമൂഹത്തിന്റെ മുൻപിൽ, ലോകത്തിന്റെ മുൻപിൽ ഒരു നല്ല സാക്ഷ്യമുള്ള വ്യക്തിയായി തീരുവാനും ഇടയായിത്തീരും. അതാണ് ബൈബിൾ പറയുന്നത്. യേശു വീണ്ടും വരും. ആ വീണ്ടും വരവിൽ നമുക്കവനോട് ചേരുവാൻ, ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ പ്രവേശിക്കുവാൻ നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. കാരണം ഈ ലോകത്തിൽ ഓരോ മനുഷ്യന്റെയും ജീവിതം വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ.
കുറച്ചു കാലം നാം ഇവിടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, മനുഷ്യനൊക്കെ ഇവിടെയൊന്ന് കാണാൻ വന്നവരാണ്. ഈ ഭൂമിയിൽ കുറച്ചുനാള് ഇതൊക്കെയൊന്ന് കാണുകയും ഒന്നനുഭവിക്കുകയും ഒക്കെ ചെയ്യുവാൻ വേണ്ടി മാത്രം ഇവിടെ വന്നിട്ടുള്ളവരാണ് എന്ന് തിരുവെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. കാരണം മനുഷ്യന് അവൻ മരണമില്ലാത്തവനാണ്, അവൻ അവസാനമില്ലാത്തവനാണ്. അവന്റെ ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുകയില്ല. ആ ആത്മാവ് ദൈവമൊരുക്കിയിരിക്കുന്നതായ നിത്യതയിൽ ആ ദൈവത്തോടു കൂടെ വസിക്കേണ്ടതാണ്. എന്നാൽ തിരുവെടുത്ത് പഠിപ്പിക്കുന്നതോ ദൈവം വിശുദ്ധനാകിയാൽ മനുഷ്യനും വിശുദ്ധരായിരിക്കണം. അശുദ്ധർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ കഴിയുകയില്ല, അവിടെ പ്രവേശിക്കുവാനും കഴിയുകയില്ല. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ മടുവിൽ നാം ആയിരിക്കുമ്പോൾ ആശ്വാസദായകനായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഈ ലോകത്ത് നമുക്ക് നേടുവാനുള്ളത് ഏറ്റവും വലുതാണ്. ഇതുവരെയും നാം പരാജയപ്പെട്ടു പോയ പല കാര്യങ്ങളുമുണ്ട്. അത് ചിലപ്പോൾ രോഗമായിരിക്കാം, ചിലപ്പോൾ പണസംബന്ധമായ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സമാധാനമില്ലാത്ത ഒരു ജീവിതാന്തരീക്ഷമായിരിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, അപ്രകാരമല്ല. യേശു സമാധാനത്തിന്റെ നായകനാണ്. സ്നേഹം മാത്രമാണ് യേശു ജനങ്ങൾക്ക് മുഴുവൻ പകർന്നു തന്നത്. ആ സ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് അവസരമുണ്ട്. എന്നാൽ ആ സ്നേഹം നാം വിശ്വാസത്തിൽ കൂടി ഏറ്റെടുക്കുന്നില്ല എങ്കിൽ നമുക്ക് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. കാരണം ഇവിടുത്തെ കഷ്ടതകൾക്കപ്പുറം ഒരു നിത്യതയുണ്ട്. ആ നിത്യതയിൽ ദൈവത്തോടു കൂടെയുള്ള വാസം. അതിനാണ് യേശു വീണ്ടും വരുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവരും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരും കാഹളം ധ്വനിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിനോട് കൂടെ മധ്യാകാശത്തിൽ ചേരപ്പെടുകയും അവർ നിത്യതയിൽ പ്രവേശിക്കുകയും ചെയ്യും എന്ന് തിരുവെടുത്ത് പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ വിശ്വസിക്കുക, ആ വലിയ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ആയിത്തീരണമേ എന്ന പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ എന്നും എപ്പോഴും വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ